കവിത പോലെ അകലെ അകലെ വെൺമുകിൽ പോലെ അരികിൽ അരികിൽ നീ കവിത പോലെ അകലെ അകലെ വെൺമുകിൽ പോലെ എന്തിനെന്നറിയാതെ നൊമ്പര വീണയിൽ പിന്നെയും നീ തൊട്ടു നൊമ്പരമേ പെരിയുമോ പ്രണയമേ അകലുമോ നീ തിങ്കളേ തിങ്കളേ. ബാലെ, നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അവരെന്തിനാ ചിഞ്ചുമോളെ കൊല്ലാൻ ശ്രമിച്ചത്? അവർക്ക് ചിഞ്ചുമോളോട് ഇത്രയും ദേഷ്യം തോന്നാൻ എന്താ കാരണം? പറയാം, ഞാനെല്ലാം പറയാം. ബാലാമണിയുടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത കഥയുടെ പൂർവ്വഭാഗം ഇവിടെ തുടങ്ങുന്നു. ഈ കഥയിൽ ബാലാമണി മാത്രമല്ല, സേതു, രാധിക, അരുൺ, അങ്ങനെ ബാലാമണിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ. വിമലാമ്മ, ശേഖരൻ തമ്പി, കൃഷ്ണൻ നായർ, അമ്മിണിയമ്മ, ചന്ദ്രൻ, ജയ, ദേവകിയമ്മ, ബാഹുലേയൻ. ഇനി നമുക്ക് ബാലയുടെയും സേതുവിൻ്റെയും പൂർവ്വകാല കഥയിലേക്ക് മടങ്ങിപ്പോകാം. ബാലാമണി ചേച്ചി, ബാലാമണി ചേച്ചി, ബാലാമണി, 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 ബാലാമണി. ബാലാമണി, ബാലാമണി. ബാലാമണി എവിടെ കൃഷ്ണേട്ടാ? അമ്മണി, ബാലാമണി എവിടെ? ഞാനിവിടെ ഉണ്ട്. നീ എവിടെയായിരുന്നു ബാലാമണി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ വിളിച്ചിട്ട് വിളിക്കാത്തെ? എത്ര വിളിച്ചു ബാലാമണി നിന്നെ? നീ ഇവിടെ എന്നിട്ടാണോ ബാലാമണി വിളിച്ചിട്ട് വിളിക്കാറുണ്ട്? എല്ലാരും കൂടി ചോദിച്ചാൽ ഞാൻ എന്താ ഉത്തരം പറയാ? ബാലാമണി, നല്ല അടപ്രഥമനും കൂട്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ എനിക്ക് തരണം. എന്താ വിശേഷം? ബാലാമണിക്ക് ജോലി കിട്ടി. ബില്ല് മാറാൻ പോണെന്നും പറഞ്ഞു പോയ ആള് പോയ പോലെ തിരിച്ചു വന്നല്ലോ. എന്തു പറ്റി? അല്ല, നിങ്ങൾ ബില്ല് മാറാൻ പോയില്ലേ? ഇന്നെന്താ വല്ല അവധി ദിവസമാണോ? ബില്ല് നാളെയും മാറാവല്ലോ വിമലേ. 3 മാസമായി ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നു. ഇന്ന് അതങ്ങ് സാധിച്ചു കിട്ടി. പുതിയ പണിയല്ലേ? ഏത് റോഡിന്റെ കോൺട്രാക്ട് ആച്ചാ? റോഡിന്റെ കോൺട്രാക്ട് അല്ലടാ മോനെ, നിന്റെ ട്രാൻസ്ഫർ സാധിച്ചു കിട്ടി. അതും ടൗണിൽ ഓഫീസിലേക്ക്. ഇവിടുന്ന് പോയി വരാവുന്നതേ ഉള്ളൂ. ഞാൻ അവനെ കൊണ്ട് ജോലി രാജിവെപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴാ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർ ഓർഡർ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നേരാണോടാ മോനെ? എനിക്ക് ജോലിക്ക് പോകുന്ന വെച്ച ഇഷ്ടം. നിന്റെ ഇഷ്ടം അതാണെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ ഈ ട്രാൻസ്ഫർ ഒപ്പിച്ചെടുത്തത്. എന്നും പോയി വരാവുന്ന സ്ഥലമാവുമ്പോ നിന്റെ അമ്മയ്ക്കും പരാതി ഉണ്ടാവില്ല.
എന്നും ഞങ്ങൾക്ക് നിന്നെ കാണാമല്ലോ, അല്ലേ വിമലേ? ആ അടുത്തെന്നായപ്പോ എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ട് ഇപ്പോഴും. താങ്ക് യു അച്ഛാ. ഇരിക്കടാ. ഡാ എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. റിയലി? ആ സത്യം. രക്ഷപ്പെട്ടു മോനെ. ആര് രക്ഷപ്പെട്ട കാര്യം മക്കളീ പറയുന്നേ? സേതുവിനും കൂടെ ട്രാൻസ്ഫർ കിട്ടിയാ മച്ചി. ആഹാ, ഇനി രണ്ടുപേർക്കും കൂടി അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ. ഈ കാലത്ത് ഏതെങ്കിലും ആമ്പിള്ളേർ ഇങ്ങനെ നടക്കൂ? കോട മടക്കി വണ്ടിയിലോട്ട് കയറടാ. ആ കേറടാ. 2 ദിവസത്തെ ഒരു പതർച്ച. അത് കഴിയുമ്പോ ബാലാമണി ഇവിടുത്തെ മെമ്പർ ആവില്ലേ? ബാലാമണിയുടെ അച്ഛൻ ധൈര്യമായിട്ട് വെക്കൂ. ശരി സാർ. ശരി, പോട്ടെ മോളെ. പേടിക്കാനൊന്നുമില്ല ബാലാമണി. ആ മുകുന്ദൻ തന്റെ സീറ്റ് കാണിച്ചു തരും. താൻ എന്തു പണിയുടെ കാണിച്ചേ? ഇന്നലെ എത്ര നേരം തന്നെ കാത്തിരുന്നു എന്നറിയോ? തനിക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു? സോറി. ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ ബാലാമണി. ഹലോ. സോറി ബാലമണി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് അരുൺ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. മനസ്സിലായി കാണുമല്ലോ പെരുമാറ്റം കണ്ടിട്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റേ അല്ല, മുകല്ല പുള്ളിക്കാരൻ്റെ ഓഫീസ്. പക്ഷേ കൂടുതൽ സമയവും എൻ്റെ അടുത്തായിരിക്കുമെന്ന് മാത്രം. അപ്പൊ ഞാൻ ജോലി എടുക്കാതെ ഉഴപ്പി നടക്കാണെന്ന് സാറ് പരസ്യപ്പെടുത്താണോ? ബാലമണി, ഇത് വിശ്വസിക്കണ്ടോ? സോറി, വെരി സോറി. തള്ളിയിട്ടിട്ട് സോറി പറയുന്നു. കണ്ണാണോ മേലെ? മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിച്ചു പോയതാ. ക്ഷമിക്കണം. അയ്യോ, ബ്ലഡ്, ചോര. ഒരുപാട് മുറിഞ്ഞു. താനൊന്ന് മിണ്ടാട് കടന്നു പോകുന്നുണ്ടോ? കൈ മുറിഞ്ഞ അമ്മയെങ്ങാനും അറിഞ്ഞാ ഇന്ന് എന്നെ വഴക്ക് കുറഞ്ഞ് കൊല്ലും. എന്തിനാ താൻ ചിരിക്കുന്ന? കളിയാക്ക? അമ്മ വഴക്ക് പറയുന്നു പറഞ്ഞപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. എന്തേ, അമ്മയ്ക്ക് വഴക്ക് പറയാൻ പാടില്ലേ? അതിന് ഇയാൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എന്നെ തള്ളിയിട്ടിട്ട് ന്യായീകരിക്കുക? നിർത്ത. എന്താണ്? അവളെ എന്നെ തള്ളിയിട്ട് ആ വിളിമ്പി. കണ്ടില്ലേ അവളെ നോക്കി ചിരിച്ചേ? എടാ, അവള് നിന്നെ നോക്കി ചിരിച്ചല്ല, പിന്നെ അവൾ എന്നെ നോക്കി ചിരിച്ചതാ. നിനക്ക് അവളെ അറിയോ? നീ വരുന്നുണ്ടോ? നേരെ ഇരിക്കും. ബാലമണി, എന്താ? ദേ എന്റെ കയ്യിലെ മുറി ഉണങ്ങി. അതിന് ഞാനെന്ത് വേണം? വീണ്ടും തള്ളിയിട്ട് കൈ മുറിക്കണോ? എന്നിട്ട് വേണം അമ്മയോട് ചെന്ന് പറഞ്ഞ് എന്നെ പ്രായിക്കാൻ, അല്ലേ? അയ്യോ, ഇനി ഞാൻ ഒന്നും അമ്മയോട് പറയില്ല. അപ്പൊ ഞാൻ തള്ളിയിടണമെന്നാണോ പറയുന്നത്? അത് വേണ്ട ബാലാമണി, ഇനി മുറിവുണ്ടായ എനിക്ക് വേദനിക്കും. രക്ഷപ്പെട്ടു. ബാലാമണി ചിരിച്ചല്ല. ബാലാമണി, ആ അരുൺ കാണാതെയാ ഞാനിവിടെ കാത്തുനിന്നേ. എന്തിന്? ബാലാമണിയെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നേ? അത് ബാലാമണി, സേതു സാറിന് എന്താ എന്നോട് പറയാനുള്ള? അത് പിന്നെ ഒന്നുമില്ല ബാലാമണി. ബാലാമണി പൊക്കോളൂ, നമുക്ക് പിന്നെ കാണാം. സേതു, ഒന്ന് പോവമ്മേ. എടാ സേതു. അയ്യോ,
നമസ്കാരം നമസ്കാരം വരൂ. അകത്തേക്കിരിക്കാം. എന്തിനാടോ അകത്തോട്ടൊക്കെ വലിഞ്ഞു കയറിയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. വാ. നമ്മൾ തമ്മിൽ മുൻപരിചയം ഉള്ളതുപോലെ ഒരു തോന്നല് കാണാനിടയില്ല. തോന്നിയതാവും. എനിക്ക് 2 മക്കളാ, ബാലാമണിയും ഇവനും. ചന്ദ്രൻ ഗവൺമെന്റ് സർവീസിലാ. ഭാര്യ ഇവിടെ ഉണ്ട്, ജയ. വീട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് എന്തിനാ? ബാലാമണി ഇവിടെ ഇല്ലേ? ബാലാമണിയെ വിളിച്ച കാണായിരുന്നു. വിമല എന്നാ പേരല്ലേ? ബാല പറഞ്ഞു. മുഴുവൻ പേര് വിമലാദേവി അമ്മയെന്നാ. ശ്രീമംഗലത്തെ ഡീറ്റെയിൽസ് ഒക്കെ മോള് നേരത്തെ തന്നെ അറിഞ്ഞു വെച്ച് പറഞ്ഞു അല്ലേ? ബാലമണിയോട് ഞാൻ പറഞ്ഞതാ അമ്മേ. അല്ല, പേരും നാളും ഒക്കെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോയതാ. സേതു പഠിച്ച ഏത് കോളേജിലാ? ആ, അതൊക്കെ അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിങ്ങൾ ബാലാമണിയെ വിളിക്ക്. എന്റെ മോൻ ഇഷ്ടപ്പെട്ടു പോയതല്ലേ? ഞങ്ങളൊന്ന് ബാലാമണിയെ കാണട്ടെ. മോളെ വിളിക്കമ്മണി. സേതു ബാലയെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ? ഉവ്വ്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. മോളെ, ചായ കൊടുക്ക്. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. ബാലാമണിന്ന് മാത്രമാണോ പേര്? അതെ. വാലറ്റത്ത് അമ്മയെന്നോ തമ്പുരാട്ടിയെന്നോ വല്ലതൊക്കെ ഉണ്ടോന്നാ ചോദിച്ചേ. പഴയ കുടുംബക്കാരല്ലേ നിങ്ങള്? അത് നേരാ. പഴയ കുടുംബാ, കാർഷിക കുടുംബം. ഇപ്പോഴാ ഇവർക്കൊക്കെ ജോലിയായത്. അമ്മയ്ക്ക് ഇഷ്ടമായോ? നിന്റെ ഇഷ്ടമല്ലേ മോനെ എന്റെ ഇഷ്ടം? അല്ലേ തന്നെ